കോടതി ഉത്തരവ് മറികടന്ന് ജാസ്മിൻ ജാഫർ ഗുരുവായൂർ അമ്പലത്തിലും പരിസരത്തും റീൽസ് ചിത്രീകരിച്ചതിൻ്റെ പേരിലാണ് അമ്പലത്തിൽ പുണ്യാഹം നടത്താനും ശുദ്ധികലശം നടത്താനുമാണ് ദേവസ്വം ബോർഡിൻ്റെ തീരുമാനം. നാളെ ഭക്തർക്ക് അതിൻ്റെ പേരിൽ ക്ഷേത്രത്തിൽ പ്രവേശിക്കുന്നതിന് നിയന്ത്രണം ഉണ്ടാവുകയും ചെയ്യും. ഇങ്ങനെ ഒരു വർത്തമാന കാലത്ത് ഇങ്ങനെയുള്ള ദുരാചാരങ്ങളൊക്കെ പിന്തുടരുക എന്ന് പറഞ്ഞാൽ വളരെ അസംബന്ധം നിറഞ്ഞൊരു കാര്യമാണ്, പ്രത്യേകിച്ച് ഇന്നത്തെ സമൂഹത്തിൽ. ശ്രീകൃഷ്ണനെക്കുറിച്ച് പറഞ്ഞാൽ ശ്രീകൃഷ്ണൻ ഏത് വംശത്തിൽ പറഞ്ഞയാളാണ്? യാദവ വംശത്തിൽ. യാദവ വംശം എന്താണ്? ഇന്ന് ഇന്ത്യയിലെ ഒരു ഷെഡ്യൂൾഡ് കാസ്റ്റാണ് യാദവ വംശം. ഈ യാദവ കുലത്തിൽ ഇന്നും വടക്കേന്ത്യയിലെ പല സ്ഥലങ്ങളും യാദവന്മാർ ജന്മിമാരുടെ കീഴിൽ വളരെ ചൂഷണങ്ങൾ നേരിടുന്ന ഒരു സമൂഹമാണ്. ഒരുപാട് പീഡനങ്ങൾ നേരിടുന്ന സമൂഹമാണ്. അത് ഈ യാദവ വംശത്തിലാണ് ഭഗവാൻ കൃഷ്ണൻ ജനിച്ചത്. ആ കൃഷ്ണനെ പൂജിക്കുന്നത് ബ്രാഹ്മണരോ ഉയർന്ന സമുദായത്തിൽപ്പെട്ട ആളുകളുമാണ്. ഇന്നും പല ഉത്തരേന്ത്യൻ ഗ്രാമങ്ങളിലും ഇങ്ങനെ ഐക്യവും അതുപോലെ തന്നെ ദുരാചാരങ്ങളും ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ജന്മിത്തം പല സ്ഥലങ്ങളിലും ഇന്നും നടനമാടുന്നുണ്ട്. അങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിലാണ് ഇത്തരം വാർത്തകളൊക്കെ ഇങ്ങനൊരു ഇന്നും നമ്മുടെ സമൂഹത്തിൽ ദൈവത്തിൻ്റെ പേരിലൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിലനിൽക്കുന്നു എന്ന് പറയുന്നത് വളരെ സങ്കടകരമായ കാര്യമാണ്. കാലം എത്ര പുരോഗമിച്ചാലും മനുഷ്യൻ്റെ ചിന്താഗതികളിലൊന്നും ഒരു മാറ്റവും വരുന്നില്ലല്ലോ എന്ന് നോക്കുമ്പോൾ സത്യസങ്കടം തോന്നുന്നു. ദൈവത്തിന് എവിടെയാണ് ജാതിയും മതവും? മനുഷ്യർ ദൈവത്തെ ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ ഭിന്നിപ്പിച്ചു. വയലാർ പാടിയതുപോലെ മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു, മതങ്ങൾ ദൈവങ്ങളെ സൃഷ്ടിച്ചു എന്ന് പറയുന്നത് പോലെയാണ് കാര്യങ്ങൾ. ഇന്നത്തെ സമൂഹത്തിൽ വിശ്വാസങ്ങൾക്ക് വേണ്ടിയാണ് ഓരോ മതവും നിലകൊള്ളേണ്ടത്. വിശ്വാസികൾക്ക് വേണ്ടിയാണ് ഓരോ മതവും നിലകൊള്ളേണ്ടത്. ജാതിയുടെ അതിർവരമ്പുകൾ, വേലിക്കെട്ടുകൾ അതൊക്കെ വലിച്ചു പൊട്ടിച്ചെറിയേണ്ട കാലം കഴിഞ്ഞു. എല്ലാ മതവിശ്വാസങ്ങളും ദൈവികമാണ്. ദൈവം എന്നത് ഒരു പരമമായ സത്യമാണ്. ആ സത്യത്തെ തിരിച്ചറിയാൻ ഓരോ മനുഷ്യൻ്റെ കാഴ്ച ഉണ്ടാകാത്തിടത്തോളം കാലം സ്വാമി വിവേകാനന്ദൻ പറഞ്ഞ പോലെ കേരളം എന്നും ഇരുട്ടിൽ തന്നെ തുടരും. അല്ലെങ്കിൽ കേരളം ഒരു ഭ്രാന്താലയമായിട്ട് എന്നും നിലകൊള്ളുക തന്നെ ചെയ്യും. ഒരു അന്യമതത്തിൽപ്പെട്ട ഒരാൾ, ഒരു സ്ത്രീ റീൽസ് ചിത്രീകരിച്ചതിൻ്റെ പേരിൽ ഭഗവാന്റെ പവിത്രത നഷ്ടപ്പെട്ടു പോകുന്നു. അതൊക്കെ മുമ്പ് വർഷങ്ങളായി നമ്മളുടെ ഒക്കെ ഉള്ളിൻ്റെ ഉള്ളിൽ നിറഞ്ഞ അന്ധവിശ്വാസത്തിൻ്റെയും നമ്മൾ പിന്തുടർന്നു പോരുന്ന കാഴ്ചപ്പാടിൻ്റെയും പരിണത ഫലങ്ങൾ തന്നെയാണ്. ഈ കൃഷ്ണനെന്നും അങ്ങനെ ഭഗവാൻ കൃഷ്ണൻ അല്ലെങ്കിൽ യാദവ കുലവംശജനായ ഭഗവാൻ, ആ ഭഗവാന്റെ കണ്ണിൽ എല്ലാ മനുഷ്യരും ഒരുപോലെയാണ്. എല്ലാ മനുഷ്യനെയും അവിടുന്ന് കാണുന്നത് ഒരേ കണ്ണിലാണ്. ഇവിടെയൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അമ്പലങ്ങൾ വിഴുങ്ങി ജീവിക്കുന്ന വലിയൊരു സമൂഹമുണ്ട്. ഭഗവാന്റെ പൈസ കട്ടെടുത്ത് അല്ലെങ്കിൽ ഭഗവാന് കിട്ടാനുള്ളതെല്ലാം കവർന്നെടുക്കുന്ന കുറേ സമൂഹങ്ങൾ, അങ്ങനെയുള്ള കള്ളന്മാർ പല സ്ഥലങ്ങളിലും കാണും. ഇങ്ങനെയുള്ള മനുഷ്യരുടെ ഇടയിൽ ഇതുപോലുള്ള വാർത്തകൾ സൃഷ്ടിക്കപ്പെടുമ്പോൾ നമ്മളൊക്കെ ഒന്ന് മനസ്സിലാക്കണം, ഭഗവാന്റെ കണ്ണിൽ എല്ലാ ഭക്തരും തുല്യരാണ്. അത് ജാതിയോ മതമോ ഒന്നുമില്ലാതെ എല്ലാവരെയും സമന്മാരായി കാണുന്ന ഒന്നാണ് ഭഗവാൻ. ഒരു ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിൽ കാണാൻ ഒരു വംശത്തിൽപ്പെട്ട ഒരാൾക്ക്, ഒരു ഭക്തന് ഭഗവാൻ ദർശനം കൊടുത്ത കഥ നാം കേട്ടിട്ടുണ്ട്. എത്രയോ മനുഷ്യരെ ഇവിടുത്തെ കണ്ണുകളിലൂടെ കാണുന്നു. ഒരു മനുഷ്യൻ അവൻ്റെ ജാതി ഏത് എന്ന് പറയുമ്പോഴാണ് ഇതുപോലുള്ള ക്ഷേത്രങ്ങളിലൊക്കെ അതിൻ്റെ വിഷയം വരുന്നുള്ളൂ. ജാതി അറിയാതെ എത്രയോ മനുഷ്യർ ഈ ക്ഷേത്രങ്ങളിലൊക്കെ വന്ന് ദർശനം നടത്തുന്നു. അവിടെയൊന്നും ആർക്കും ഒരു പരാതിയില്ല. അവരൊക്കെ ഇന്ന ജാതിയിൽപ്പെട്ട ആളാണോന്ന് സർട്ടിഫിക്കറ്റ് വാങ്ങിയിട്ടാണോ പലയിടത്തും ദർശനം നടത്തുന്നത്? ശബരിമല ധർമ്മശാസ്താവിനെ എടുത്ത് എല്ലാ മതത്തിൽപ്പെട്ട ആളുകൾക്കും എപ്പോഴും കടന്നു ചെല്ലാൻ കഴിയും. കേരളത്തിലെ പല ക്ഷേത്രങ്ങളിലും ഇന്നും
എല്ലാവർക്കും ദർശനം നടത്താൻ കഴിയും. ഗുരുവായൂർ അമ്പലനടയിൽ ഒരു ദിവസം ഞാൻ വരുമെന്ന് പാട്ടുപാടിയ ദാസേട്ടന് പോലും ആ ക്ഷേത്രത്തിൽ പ്രവേശിക്കാൻ ഇന്നുവരെ കഴിഞ്ഞിട്ടില്ല. മൂകാംബികയെ പോകാം, ശബരിമല പോകാം, ഭാരതത്തിലെ ഒട്ടുമിക്ക ക്ഷേത്രങ്ങളിലും അദ്ദേഹത്തിന് ദർശനം നടത്താം. എന്നാൽ ഗുരുവായൂരപ്പൻ്റെ മുന്നിൽ മാത്രം ദാസേട്ടന് പോകാൻ കഴിയില്ല. അദ്ദേഹത്തിൻ്റെ പാട്ട് കേൾക്കാം, അദ്ദേഹത്തിൻ്റെ പാട്ടിന് അശുദ്ധിയില്ല. അതുപോലെ തന്നെ യൂസഫ് അലി കച്ചേരിയാണ് ഭഗവാനെക്കുറിച്ച് ഏറ്റവും നല്ല പാട്ടുകൾ എഴുതിയിരുന്നത്. അദ്ദേഹത്തിൻ്റെ പാട്ടുകൾക്ക് അശുദ്ധിയില്ല, പക്ഷേ അദ്ദേഹത്തിന് അമ്പലത്തിൽ ദർശനം നടത്താൻ കഴിയില്ല. അവിടെ അദ്ദേഹത്തിന് അയിത്തം കൽപ്പിക്കപ്പെട്ടു. ഇതാണ് നമ്മുടെ എല്ലാം കാഴ്ചപ്പാട്. ഭഗവാന്റെ കണ്ണിൽ ആർക്കും അയിത്തമില്ല, ആർക്കും ഭഗവാൻ ദർശനം കൊടുക്കാതിരിക്കുന്നില്ല. ഇതെല്ലാം മനുഷ്യനുണ്ടാക്കി വച്ച കുറേ നിയമങ്ങൾ മാത്രമാണ്. കാലോചിതമായ മാറ്റം എല്ലാ മേഖലയിലും ഉണ്ടാകുന്ന പോലെ നമ്മുടെ ക്ഷേത്രങ്ങളിലും ഒരു സമഗ്രമായ മാറ്റം എക്കാലത്തും ഉണ്ടാകണം. എല്ലാവർക്കും, എല്ലാ ഭക്തർക്കും ഭഗവാന്റെ അടുത്തെത്താൻ കഴിയുന്ന ഒരു കാലം ഉണ്ടാകണം. എല്ലാവർക്കും വേണ്ടി ഭഗവാന്റെ അനുഗ്രഹം വാങ്ങാനും ആ ഭഗവത് ചൈതന്യത്തെ ദർശിക്കാനും കഴിയുന്ന ഒരു കാലം ഉണ്ടാകുക തന്നെ വേണം. അങ്ങനെയൊന്നുണ്ടായാൽ മാത്രമേ മനുഷ്യർ തമ്മിലുള്ള ഐക്യവും ഏകതയും എല്ലാം ഉണ്ടാകുകയുള്ളൂ. എല്ലാ ആലയങ്ങളും എല്ലാവർക്കും വേണ്ടിയുള്ള വിശ്വാസികൾക്കുള്ളതാണ്. എല്ലാ വിശ്വാസങ്ങളും ദൈവികമായ കാഴ്ചപ്പാടുകൾ നടന്നതാണ്. ആ ഒരു തത്വം, ആ ഒരു വിശ്വാസം ഓരോ മനുഷ്യൻ്റെ ഉള്ളിൽ ഉണ്ടായാൽ മാത്രമേ എക്കാലവും മനുഷ്യൻ എന്ന രീതിയിൽ നമുക്ക് ഉയരാൻ സാധിക്കുകയുള്ളൂ.